കോഴിക്കോട് വടക്കൻ കേരളത്തിന്റെ വിവരങ്ങളിലേക്ക് ഒന്ന് പോകാം. അവിടെ റമീസ് ഉണ്ട്. റമീസ്, എങ്ങനെയാണ് ഈ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായി ഓണത്തെ വരവേൽക്കുന്ന ഒരു രീതിയാണ് പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്? എന്താണ് അവിടെ നിന്നുള്ള ഓണം, റമീസ്? പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് തലക്കുളത്തെ കാക്കക്കുനി എന്ന തറവാട്ടിലാണ്. ഇവിടെ ഏകദേശം ഓണത്തിന്റെ വൈബൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ ഒരുങ്ങി, അതുപോലെ തന്നെ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് പോകാം. വാ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അപ്പോ കാക്കക്കുനി തറവാട്ടിലെ വലിയൊരു കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്, നല്ല പ്രായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ആദ്യം ഈ വീടിന്റെ ഗൃഹനാഥന്റെ അടുത്ത് തന്നെ പോകാം. ചേട്ടാ, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഓണത്തിന്റെ ഒരു ഓർമ്മകളും അല്ലെ ഈ കുടുംബങ്ങളൊക്കെ ഈ കൂടിച്ചേരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ തലമുറകളായിട്ട് കുറേ തലമുറകൾ ജീവിച്ചൊരു വീടാണ്. ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേരുണ്ടായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ടാണ് നമുക്ക് കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ളത്. അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അവർക്ക് 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളും പിന്നെ ഞങ്ങൾ വേറൊരു ചേട്ടൻ്റെ അവർ കുട്ടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൽപ്പെട്ട അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചേട്ടന്മാർ 2 പേരുണ്ട്. ഈ ഓണത്തിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? പണ്ടത്തെ വലിയ തറവാടൊക്കെ ആകുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പൊ നമുക്ക് കഥകൾ പറഞ്ഞു തരാൻ വീട്ടിൽ ഏറ്റവും പ്രായമായ ആൾക്കാരുണ്ട്. എന്നാലും കുറച്ചും കൂടി ഓർമ്മകളോടെ പറയാൻ പറ്റുന്ന ഓർമ്മകൾ എന്തൊക്കെയാ? കാര്യപ്പെട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ അന്നത്തെ പൂ പറിക്കാൻ പോകുന്നതാണ്. ഇന്നത്തെ പോലെ എന്ന് വെച്ചാൽ ഈ വാങ്ങാനൊന്നും കിട്ടില്ല പൂവ്. അത് ഞങ്ങൾ ഇവിടുന്ന് ഇത് വെള്ളത്തെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ഞങ്ങൾ അക്കരയ്ക്ക് തോണിക്ക് പോവുക പൂ പറിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പൂവുണ്ട്, എന്നാൽ അക്കരെ പോയിട്ട് ഈ മലമുകളിലെല്ലാം പോയിട്ടാണ് പൂ പറിച്ച് ശേഖരിച്ച് വരിക. ആ സമയത്ത് ഭയങ്കര ഒരു കൂട്ടായ്മയാണ്. അത്രയും പേര് ഒന്നിച്ചിട്ടാണ് പോവുക. നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ പോവും. കാരണം പൂ കിട്ടില്ല. മറ്റുള്ളവർ പറിക്കുന്ന ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ നമ്മൾ അതിജീവിച്ചിട്ട് നമുക്ക് ഈ പൂ കിട്ടണം. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അതേപോലെ തന്നെ കുറേ എല്ലാവരും കൂടി കൂടുന്നേരം 10 മക്കള്, വലിയച്ഛൻ്റെ, പിന്നെ ഞങ്ങൾ 3 ആള്, പിന്നെ അച്ഛനും അമ്മ എല്ലാവരും കൂടി കൂടുമ്പോൾ വലിയൊരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ നമ്മളെന്താ വെച്ചാൽ പിന്നെ പൂവിടലും അതിന് ശേഷം ഭക്ഷണവും ശേഷം പിന്നെ കളികളുണ്ട്. കോട്ടിക്കളി, പിന്നെ അങ്ങനത്തെ കുറേ കൊത്തങ്കല്ല് കളി, പിന്നെ അങ്ങനത്തെ കുറേ കളികളുണ്ട്. എല്ലാവരും ഏർപ്പെടും. അല്ല നമുക്കിവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. കളികൾ എന്തെങ്കിലും ഉണ്ടോ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പം എന്താ വെച്ചാൽ ആ കളികൾ ഇപ്പോഴത്തെ ജനറേഷനിൽ കളികളിലേക്ക് മൊബൈലിലേക്ക് പോയതുകൊണ്ട് നമുക്ക് കുറവാണ്. എന്നാലും ചെറുതായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഊഞ്ഞാലാട്ടൽ, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ പ്രോഗ്രാംസ് എല്ലാം. അപ്പോൾ ഓണത്തിന്റെ പരിപാടികൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും ഈ വീടിന്റെ മുഖ്യ പരിപാടികൾ, അതായത് സദ്യ, ഇലവട്ടം, കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുന്നത് വീട്ടിലെ സ്ത്രീകൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് അമ്മേ, സദ്യകളൊക്കെ ഒരുങ്ങിയോ? കൂട്ടുകറികളൊക്കെ കുറെ കളിക്കറികളൊക്കെ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ പായസം പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര കൂട്ടം കറികളാ ഉള്ളേ? ഒരു 18 കൂട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയും ആളുകൾക്ക് നല്ല സമൃദ്ധമായിട്ടുള്ള സദ്യയാണോ ഒരുക്കിയിരിക്കുന്നത്? അതാണ്, അതല്ല ഓണത്തിനൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളല്ലോ. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് ആഗ്രഹം. എപ്പോഴാണ് ഇത് എഴുന്നേറ്റ് ഇതിന്റെ പണി തുടങ്ങിയപ്പോ ഈ 18 കൂട്ടം കറിയും സദ്യയൊക്കെ ഒരുക്കാനായിട്ട്? ചേച്ചിയൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. എല്ലാ കഷ്ണങ്ങളും മുറിച്ചു വെക്കുന്നതും നേരത്തെ എണീച്ച് എല്ലാ പണികളും തീർക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു മനോഹരമായൊരു പൂക്കളം. ആ പൂക്കളം ഉണ്ടാക്കിയ ആൾ ഇവിടെ ഉണ്ട്, നമ്മളെ ആർട്ടിസ്റ്റ്. പേരെങ്ങനെയായിരുന്നു? സൂര്യകിരൺ. സൂര്യകിരൺ എങ്ങനെയാണ് ഈ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റിലാ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് അത്? അത് ഫോണിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇയാൾ തന്നെയാണോ ഇവിടെ പൂക്കളൊക്കെ ഇടല് എല്ലാ പ്രാവശ്യവും? ആ, ഞാൻ തന്നെയാണ് ഇടല്. ഈ ഡിസൈനൊക്കെ നേരത്തെ എഴുതി വെച്ചോ? ഇന്ന പൂ ഇവിടെ ഇടണം, ഇന്ന കളറിലൊക്കെ? അതോ ഗൂഗിളിൽ നിന്ന് നോക്കിയതാണോ? അതോ രാവിലെ തന്നെ നോക്കി ചെയ്തതാണ്.
അടിപൊളി. എന്തായാലും അത് ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരാളുള്ളത് ഈ വീട്ടിലൊരു കാനഡക്കാരിയാണ്. ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെക്കേഷനിൽ ദൂരെ നിന്നൊക്കെ വെക്കേഷൻ ആഘോഷിക്കുക അല്ലെങ്കിൽ ഓണത്തിന് നോസ്റ്റാൾജി അടിച്ച് വരിക എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ കണ്ടൊരാളുണ്ട്. പേരെങ്ങനെയായിരുന്നു? അഞ്ജലി. അഞ്ജലി. ഇപ്പോൾ ഈ ഓണത്തിന്റെ കാനഡയിൽ നിന്ന് ഇവിടത്തേക്ക്, കാനഡയിൽ ഓണാഘോഷമുണ്ട്, പക്ഷെ ഇവിടെ ഒരു തറവാടും പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഓണത്തിനായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്? ഞാൻ ജനിച്ചു വളർന്ന വീടാണിത്. അപ്പം എനിക്ക് എപ്പോഴും ഓണം എന്ന് പറയുമ്പം മെമ്മറബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും അച്ഛൻ അച്ഛമ്മ എല്ലാവരും കൂടിയാണ് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പിന്നെ അത് വേറൊരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി അത് എന്തായാലും എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും. എസ്പെഷ്യലി ഇവിടുത്തെ പൂടുന്ന കാര്യങ്ങൾ, അടുത്തുള്ള കുട്ടികൾ, കസിൻസ്, പിന്നെ എന്താ പറയുക ഭക്ഷണം, എസ്പെഷ്യലി സദ്യയാണ് ഏറ്റവും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റി, വെക്കേഷന് വരാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ കസിൻസ് ഒക്കെ കൂടി വന്ന് മൊത്തത്തിലൊരു ആകാശമാക്കി. അതെ അതെ അതെ. ഇനി എന്താ മത്സരങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അവിടുന്ന് വരുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെറിയ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ വർഷവും നമ്മളിങ്ങനെ കൂടുന്നതാണ് എല്ലാ ഫാമിലി ആയിട്ടും. അപ്പം ഈ വർഷം കൂടെ എന്താ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ നല്ല സന്തോഷം. ഇനി നമുക്കൊരാളെ കൂടി ഒന്ന് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് ഈ കുടുംബക്കാർക്ക് ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ട് ഈ കാഴ്ച കാണുന്ന ഒരാളുണ്ട്. അമ്മേ, എന്താണ്, സന്തോഷായോ? സന്തോഷം തന്നെ. എല്ലാരും ഒത്തു ചേരുമ്പോ സന്തോഷം തന്നെയാണ്. അടിപൊളിയായി, ആഘോഷായി, മനസ്സ് നിറഞ്ഞിട്ടുള്ള ഓണായി അല്ലേ? അതെ അതെ അതെ. അപ്പോ ഇതാണ് ഇവിടുത്തെ ഓണാഘോഷം. ഇത് തന്നെയാണ് കോഴിക്കോട് പല വീടുകളിലും നമ്മൾ കാണുന്നത്. ഈ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമാവുകയാണ്. കേരളം ഒട്ടാകെയും സമ്പൽ സമൃദ്ധിയോടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ഓണം ആഘോഷിക്കുകയാണ്.